നമുക്കിന്നൊരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ ഡയറിയോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, നമ്മുടെ ഡെസ്കിലൊക്കെ മൂലയ്ക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഭംഗിയുള്ളൊരു ഐറ്റം. അതും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനത്തിൽ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ എൻ്റെ കയ്യിലുള്ളതെന്ന് പറയാൻ പറ്റില്ല, ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോഴും എടുത്ത് കളയുന്ന ഒരു സാധനമാണ് ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ കവർക്ക്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ പണിയൊന്നുമില്ല, ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ആദ്യം ഇതുപോലൊന്ന് ഞാൻ 5 സെൻറ്റിമീറ്റർ വെച്ച് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് അതൊന്ന് കോണോട് കോൺ കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് വൃത്തിയിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. എനിക്കിവിടെ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു തിന്നായിട്ടുള്ള കളർ പേപ്പർ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. ഒരു പേസ്റ്റൽ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത പണിയാണെങ്കിലും പിന്നീട് എനിക്കത് ഭയങ്കര ബോറായിട്ട് തോന്നി, ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എന്താ, ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് വരച്ചു കൊടുക്കും. ഇനി നമ്മുടെ കയ്യിലുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഡയറീസോ ബുക്സോ ഒക്കെ ഇട്ട് വെക്കാൻ. ഇത് നോക്ക്, ഈ റെഡ് ബുക്ക് ഞാൻ തനിയെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതും ഒരു വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്, കാണാൻ അടിപൊളിയല്ലേ? അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുവരേക്കും ബൈ.